നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ തിളക്കമാർന്ന വിജയം SDPIയുമായി ഉണ്ടാക്കിയ ധാരണ മൂലമാണെന്ന ആരോപണം പരിഹാസ്യമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വർഗീയമായി ചിന്തിക്കുന്ന ആരുടെയും വോട്ട് വേണ്ടെന്ന് UDF തുടക്കം മുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസും SDPIയും സംയുക്തമായി ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് CPMും BJPയും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. വികസന കാര്യത്തിൽ പാലക്കാട് നഗരസഭയുമായും സംസ്ഥാന സർക്കാരുമായും സഹകരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃപ്രയാർ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ലോറി ഡ്രൈവറും ലൈസൻസ് ഇല്ലാതെ മദ്യലഹരിയിൽ വാഹനമോടിച്ച ക്ലീനറും റിമാൻഡിൽ. ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പെരുമ്പിലാവിലും കുന്നംകുളത്തും വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 10 പേർക്ക് പരിക്ക്. ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് കൊണ്ടയൂർ കാഞ്ഞിരക്കോട് ദിലീപിന്റെ മകൻ ദിവിൻ കൃഷ്ണ. പട്ടാമ്പിയിൽ അശാസ്ത്രീയ വാർഡ് വിഭജനം ആരോപിച്ച് നഗരസഭാ കാര്യാലയത്തിലേക്ക് UDF മാർച്ച്. വാർഡ് വിഭജനത്തിൽ പ്രകടമാകുന്നത് CPMന്റെ രാഷ്ട്രീയ താൽപര്യമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. അശാസ്ത്രീയ വാർഡ് വിഭജനം അധികാര വികേന്ദ്രീകരണത്തിന് വെല്ലുവിളിയെന്നും VT ബൽറാം. ഷൊർണൂർ കൃഷിഭവൻ പരിധിയിലെ കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖരങ്ങളിൽ കാർഷിക ജലസേചന പ്രതിസന്ധി രൂക്ഷം. കൃഷി ഉണങ്ങി നശിക്കുമെന്ന ആശങ്ക. കാരക്കാട് നമ്പ്രം പമ്പ് ഹൗസിലെ മോട്ടോറുകൾ കളവ് പോയ ശേഷം പമ്പിംഗ് പൂർണ്ണമായും നിലച്ചു. പുതിയ മോട്ടോറുകൾ സ്ഥാപിക്കണമെന്ന ജനപ്രതിനിധികളുടെയും പാടശേഖര സമിതിയുടെയും ആവശ്യത്തിന് നേരെ മുഖം തിരിച്ച കൃഷി ഇറിഗേഷൻ വകുപ്പ് അധികൃതർ. ഗുരുവായൂരിൽ ചെമ്പെ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. രാഗമഴയിൽ ഗുരുഭവനപുരി. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവം തുടരുന്നു. 4ാം ദിനത്തിൽ അരങ്ങിലെത്തിയത് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം. ഇന്ന് വൈകിട്ട് 7-ന് ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ വിജയം SDPIയുമായി ധാരണയുണ്ടാക്കിയാണെന്ന ആരോപണം പരിഹാസ്യമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വർഗീയമായി ചിന്തിക്കുന്ന ആരുടെയും വോട്ട് വേണ്ടെന്ന് താനും UDF നേതാക്കളും തുടക്കം മുതൽ വ്യക്തമാക്കിയിരുന്നുവെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കോൺഗ്രസും SDPIയും സംയുക്തമായി പ്രകടനം നടത്തിയെന്ന നുണപ്രചരണമാണ് CPMും BJPയും ചില മാധ്യമങ്ങളും നടത്തിയതെന്നും രാഹുൽ പറഞ്ഞു. UDFന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് SDPI പ്രകടനം നടത്തിയത് UDFന്റെ അറിവോടെയല്ല. ഒരു സ്വതന്ത്ര സംഘടന സ്വന്തം ഇഷ്ടപ്രകാരം പ്രകടനം നടത്തിയാൽ എങ്ങനെയാണ് UDFന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാകുക എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. കോൺഗ്രസും SDPIയും സംയുക്ത പ്രകടനം നടത്തിയെന്ന് നുണപ്രചരണം നടത്താനാണ് CPMും BJPയും ശ്രമിച്ചത്. ചില മാധ്യമങ്ങളും അങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പലരും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ BJPക്ക് വോട്ട് ചെയ്തിരുന്നവരും CPMന് വോട്ട് ചെയ്തിരുന്നവരും അതിൽ ഉൾപ്പെടും. വർഗീയ കാർഡ് കളിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാനാണ് LDFും BJPയും ശ്രമിച്ചത്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കുന്ന വിധത്തിൽ പത്രപരസ്യം പോലും നൽകി. ജനം അത് തള്ളിക്കളഞ്ഞു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം മൂലം എത്ര വോട്ട് കിട്ടിയെന്ന് വിലയിരുത്തുന്നതിൽ കാര്യമില്ല. വർഗീയ നിലപാട് തിരുത്തി ഒരാൾ കോൺഗ്രസിൽ ചേർന്നു എന്നതാണ് പ്രധാനം. RSS സർസംഘചാലക് വർഗീയത ഉപേക്ഷിച്ചു വരികയാണെങ്കിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വിശാലമാണ് കോൺഗ്രസ് എന്നും രാഹുൽ പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പാലക്കാട് നഗരത്തിന്റെ വികസനത്തിനു വേണ്ടി രാഷ്ട്രീയം മാറ്റിവെച്ച് നഗരസഭാ ഭരണസമിതിയുമായി സഹകരിക്കാൻ തയ്യാറാണ്. സംസ്ഥാനം ഭരിക്കുന്ന LDFുമായും വികസനത്തിന്റെ കാര്യത്തിൽ മത്സരമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. UDFും SDPIയും ചേർന്ന് പ്രകടനം നടത്തി. അങ്ങനെ പ്രകടനം നിങ്ങൾ ആരെങ്കിലും കണ്ടു? അങ്ങനെ പ്രകടനം നടന്നിട്ടില്ല. അപ്പൊ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പ്രകടനം നടത്തിയതിന് എനിക്കെന്താ ചെയ്യാൻ കഴിയും? ഇനി അത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആണെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടുന്ന ബാധ്യത എന്റേതാണ്. പ്രകടനം നടത്താൻ പാടില്ലാത്തവരാണ് അവരെങ്കിൽ, അങ്ങനൊരു വിചാരം ചോദിക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടുന്ന ബാധ്യത ജില്ലാ പോലീസ് മേധാവിയുടേത്. RSSൽ നിന്ന് പരിവർത്തനം സംഭവിച്ച ആളുകൾ വാർത്ത കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. RSSൽ നിന്ന് പരിവർത്തനം വന്ന, എന്നാൽ നിങ്ങൾ BJP ആണെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യന്മാർ വോട്ട് കിട്ടിയ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു വേണം വാർത്തയാക്കാൻ. RSSൽ നിന്ന് പരിവർത്തനം വന്ന
നിങ്ങൾ BJP ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വർഗീയവാദികൾ എണ്ണം കുറവാണ്. ഭൂരിപക്ഷവും ഈ രാജ്യത്തെ ഭൂരിപക്ഷക്കാരാണ്. ഈ രാജ്യത്തെ ഭൂരിപക്ഷവും മതേതരവാദികളാണ്. ചെറിയ നമ്പറാണ് ഈ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ. അതെല്ലാം എതിർക്കപ്പെടേണ്ടതാണ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബൽ ജോസ്, സെക്രട്ടറി ശ്രീനേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃപ്രയാറിൽ തടിലോറി പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളായ ജാൻസി, ദേവേന്ദ്രൻ, ചിത്ര എന്നിവരാണ് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർ ജോസിനെയും വണ്ടി ഓടിച്ചിരുന്ന ക്ലീനർ അലക്സിനെയും റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്നലെ പുലർച്ചെയുണ്ടായ ദാരുണമായ അപകടത്തിൽ മരിച്ച 5 പേർക്കൊപ്പമാണ് പരിക്കേറ്റവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലുള്ള ജാൻസിയുടെ നില അതീവ ഗുരുതരമാണെന്നും ദേവേന്ദ്രന്റെയും ചിത്രയുടെയും അവസ്ഥ ഗുരുതരമാണെന്നുമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിവരം. ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങിയ ജാൻസിയുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. അപകടത്തിൽപ്പെട്ട് കൂടുതൽ സമയം രക്തം വാർന്നതും നിരവധി മുറിവുകളുണ്ടായതുമാണ് ഇവരുടെ നില ഗുരുതരമാവാൻ കാരണമായത്. ദേവേന്ദ്രന്റെയും ചിത്രയുടെയും പരിക്കുകൾ ഗുരുതരമാണെങ്കിലും ആരോഗ്യാവസ്ഥയിൽ നേരിയ പുരോഗതിയുണ്ടായിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. 6 വയസ്സുകാരി ശിവാനി, രമേഷ്, വിജയ് എന്നിവരും ചികിത്സയിൽ തുടരുന്നുണ്ട്. അപകടമുണ്ടാക്കിയ ലോറിയുടെ ഡ്രൈവർ കണ്ണൂർ ആലങ്ങാട് സ്വദേശി ജോസ്, വണ്ടിയോടിച്ചിരുന്ന ക്ലീനർ അലക്സ് എന്നിവരെ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. മനഃപൂർവമായ നരഹത്യ, മദ്യപിച്ച് അശ്രദ്ധമായി വാഹനമോടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയ പ്രതികളെ കൊടുങ്ങല്ലൂർ കോടതി റിമാൻഡ് ചെയ്തു. വേഗത്തിൽ തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അപകടത്തിന് പിന്നാലെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലായിരുന്നുവെന്നും ക്ലീനർ അലക്സ് അശ്രദ്ധമായി വാഹനമോടിച്ചതാണ് അപകട കാരണമെന്നും റിപ്പോർട്ടിലുണ്ട്. ലോറി ഡ്രൈവർ ജോസിന്റെ ലൈസൻസ് റദ്ദാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിന് നീക്കം ആരംഭിച്ചതായും തൃപ്രയാർ RTO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPM ഭരണ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ നടത്തിയ വാർഡ് വിഭജനമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് നടത്തിയതെന്നാരോപിച്ച് നഗരസഭാ കാര്യാലയത്തിലേക്ക് UDF നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. തങ്ങളുടെ ഭരണസ്വാധീനത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് കീറിമുറിച്ചും വെട്ടിനിരത്തി ആഹ്വാനം ചെയ്ത മുനിസിപ്പൽ ഓഫീസ് മാർച്ചാണ് ഈ ഇപ്പോൾ നടത്തിയ വാർഡ് വിഭജനം തികച്ചും അശാസ്ത്രീയമാണ്. ഈ രീതിയിൽ വാർഡ് വിഭജനം നടത്തിയാൽ എങ്ങനെയാണ് ഇലക്ഷൻ നടത്താൻ പറ്റുകയെന്നും VT ബൽറാം ചോദിച്ചു. വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നും ഇതിനെതിരെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും സമരം നടത്തേണ്ട ഗതികേടിലാണെന്നും VT ബൽറാം പറഞ്ഞു. അവിടെ എങ്ങനെയാണ് ആ നിലയിലുള്ള സുചിന്തിതമായ ഒരു വികസന പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കുക? എങ്ങനെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രാമസഭ വിളിക്കാൻ സാധിക്കുക? ഒരു ഗ്രാമസഭ വിളിച്ചാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആളുകൾ ആ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വരുമോ? അപ്പൊ ഈ അശാസ്ത്രീയത എന്ന് പറയുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ, അധികാര വികേന്ദ്രീകരണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. എത്ര വലിയൊരു ചതിയാണ് ഇവർ ചെയ്യുന്നത്. നേരത്തെ കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെത്തിയ മാർച്ച് പട്ടാമ്പി പോലീസ് തടഞ്ഞു. പ്രതിഷേധ ധർണയിൽ നാസർ അധ്യക്ഷനായി. KR നാരായണസ്വാമി, അഡ്വക്കേറ്റ് രാമദാസ്, ET ഉമ്മർ, CA സാജിദ്, ഉമ്മർ കീഴായൂർ, CA റാഫി, C സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:45 നാട്ടിക പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റുപോയ നിലയിലായിരുന്നു. കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശ്രീഹരിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരണപ്പെടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ദേശമംഗലം കൊണ്ടയൂർ കാഞ്ഞിരങ്കോട്ട് വീട്ടിൽ ദിലീപിന്റെ മകൻ 10 വയസ്സുകാരൻ ദിവിൻ കൃഷ്ണയാണ് മരിച്ചത്. ശബരിമലയ്ക്ക് പോകാനായി മാലയിട്ടിരുന്ന ദിവിൻ കൃഷ്ണ ബന്ധുക്കളോടൊപ്പമാണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ദേശമംഗലം കുടപ്പാറ ക്ഷേത്രക്കടവിൽ കുളിക്കാനായി എത്തിയത്. ഒപ്പമുണ്ടായിരുന്നവർ കുളി കഴിഞ്ഞ് കരയിലേക്ക് കയറിയപ്പോഴാണ് കുട്ടിയെ കാണാതായ വിവരം അറിയുന്നത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയെ കണ്ടെടുത്തത്. ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശമംഗലം സർക്കാർ ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിവിൻ കൃഷ്ണ. അമ്മ വിജിത, സഹോദരങ്ങൾ ദീപിക, ദിവേക്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരുമ്പിലാവ് കൊരട്ടിക്കര പള്ളിക്ക് സമീപം കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. കാർ യാത്രികരായ 4 പേർക്കും ബസ്സിലുണ്ടായിരുന്ന 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഗുരുവായൂർ കണ്ടാണശ്ശേരി സ്വദേശികളായ 32 വയസ്സുള്ള വിഷ്ണു, 24 വയസ്സുള്ള മഞ്ജു, 4.5 വയസ്സുള്ള അശ്വിത, 55 വയസ്സുള്ള ബിന്ദു എന്നിവർക്കും ബസ് യാത്രക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഇതിൽ മഞ്ജുവിന്റെയും അശ്വിതയുടെയും ബിന്ദുവിന്റെയും പരിക്ക് സാരമുള്ളതാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും ബസിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിന് സമീപം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മരത്തിലും സ്വകാര്യ വ്യക്തിയുടെ മതിലിലും ഇടിക്കുകയായിരുന്നു. എരമംഗലം സ്വദേശികളായ 53 വയസ്സുള്ള ബേബി, 65 വയസ്സുള്ള ശ്രീനിവാസൻ, 6 വയസ്സുള്ള തൃഷിക, 32 വയസ്സുള്ള ആര്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട മരത്തിലും സ്വകാര്യ വ്യക്തിയുടെ മതിലിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്ന നിലയിലാണ്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിന് സമീപമായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കൃഷിഭവൻ പരിധിയിലെ കാരക്കാട്, ചുടുവാലത്തൂർ പാടശേഖര സമിതികളിൽ കാർഷിക ജലസേചന പ്രതിസന്ധി രൂക്ഷം. കാരക്കാട് നമ്പ്രം പമ്പ് ഹൗസിലെ മോട്ടോറുകൾ കളവ് പോയതോടെ പമ്പിംഗ് നിലച്ചതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ജനപ്രതിനിധികളും പാടശേഖര സമിതികളും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കൃഷി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. ഷൊർണൂർ നഗരസഭ കൃഷിഭവന്റെ കീഴിലുള്ള കാരക്കാട്, ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷിക്ക് ഭാരതപ്പുഴയിൽ നിന്നുള്ള ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കാരക്കാട് നമ്പ്രത്തെ കവളപ്പാറ പമ്പ് ഹൗസിലെ മോട്ടോറുകൾ മോഷണം പോയതുമൂലമാണ് ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ വെള്ളമില്ലാതെ വിണ്ടുകീറുന്ന അവസ്ഥയിലായത്. മോഷണം പോയ മോട്ടോറുകൾക്ക് പകരം ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള പമ്പ് ഹൗസുകളിൽ നിന്ന് പകരം മോട്ടോർ ഏർപ്പാടാക്കുന്നതിന് ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് എന്നിവർ ചെറുകിട ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുമായി ബന്ധപ്പെട്ടിരുന്നു. പമ്പിംഗ് എത്രയും പെട്ടെന്ന് ആരംഭിച്ച് കർഷകരുടെ കൃഷി ഉണങ്ങാതെ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ തീരുമാനമായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികളുടെ മെല്ലെപ്പോക്ക് മൂലം കർഷകർ ദുരിതത്തിലാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പമ്പിംഗ് നിർത്തിയ പമ്പ് ഹൗസ് കൃത്യമായി പരിശോധനകൾ നടത്തി കർഷകർക്ക് ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി ചുമതലയുള്ള ജലസേചന വകുപ്പ് അധികൃതരുടെ വലിയ നിരുത്തരവാദിത്തം മൂലമാണ് പ്രതിസന്ധി രൂപപ്പെട്ടതെന്ന് ആക്ഷേപമുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള മോട്ടോറുകൾ സ്ഥാപിച്ച പമ്പ് ഹൗസിന്റെ വാതിലുകൾ നശിച്ചിട്ട് 2 വർഷത്തിലധികമായിരുന്നു. ഷൊർണൂർ തടയണയുടെ തൊട്ടുമുകളിലുള്ള പമ്പ് ഹൗസിൽ മഴ പെയ്താൽ വെള്ളം കയറുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. കനാൽ ശുചീകരണം ഉൾപ്പെടെയുള്ള നടപടികളിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മേഖലയിൽ 2ാം വിള കൃഷി വെള്ളമില്ലാത്തതുമൂലം ഏറെക്കാലമായി വലിയ പ്രതിസന്ധിയിലാണ്. 1 ഏക്കർ വയൽ നടീലിന് മാത്രം 20,000-ലധികം രൂപ കർഷകർ ചെലവഴിച്ചിരുന്നു. ഈ വയലുകളാണ് വെള്ളമില്ലാതെ ഉണങ്ങുന്നത്. ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജലസേചന വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഷൊർണൂർ നഗരസഭ പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C ബിജു, ചുടുവാലത്തൂർ പാടശേഖര സമിതി സെക്രട്ടറി എന്നിവർ കൃഷി വകുപ്പ് മന്ത്രിക്കും ജലസേചന വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. പമ്പ് ഹൗസ് പ്രവർത്തിക്കുന്ന വേണ്ടിയിട്ട് ഷൊർണൂർ MLA ശ്രീ മമ്മിക്കുട്ടി, ഷൊർണൂർ നഗരസഭ ചെയർമാൻ MK ജയപ്രകാശ് തുടങ്ങിയ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പമ്പ് ഹൗസ് റിപ്പയറിന് വേണ്ടി ഇറിഗേഷൻ വകുപ്പ് അധിക എഞ്ചിനീയറിംഗ് വിഭാഗം എത്തുമ്പോഴാണ് പമ്പ് ഹൗസിലെ മോട്ടോർ കളവ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം 100 കണക്കിന് ഏക്കറിൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങി കിടക്കുകയാണ്.
ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് നെൽകൃഷി ചെയ്ത കർഷകർ കടക്കണിയിലായിരിക്കുകയാണ്. ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ വെള്ളം വറ്റി ഉണങ്ങിക്കിടക്കുന്നത് മൂലം നൂറുകണക്കിന് കർഷകർക്ക് ഉപജീവന മാർഗമായിരിക്കുന്നത് ഈ വരുമാനമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ഇതിനുവേണ്ട ശാശ്വത പരിഹാരം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി എന്നൊക്കെ പാലക്കാട് പാടശേഖര സമിതി പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. സംഗീതോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്രയുമുണ്ടായിരുന്നു. തീർച്ചയായും യാതൊരു മുടക്കവും വരാതെ കർണാടക സംഗീത ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത ആ പ്രതിഭാശാലിയെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ധന്യമായ ഓർമ്മകളുടെ രൂപത്തിൽ കൈമാറ്റം ചെയ്യുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവും വിനീതമായി ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സ്വാമി സാമ്പ്രദായികമായ വഴികളിലൂടെ മാത്രമല്ല കർണാടക സംഗീതത്തെ നയിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം കന്യാകുമാരിക്ക് ചടങ്ങിൽ മന്ത്രി സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗമായ PS വിദ്യാധരൻ മാസ്റ്ററെയും ചടങ്ങിൽ ആദരിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ് പുരസ്കാര സ്വീകർത്താവിനെയും VG രവീന്ദ്രൻ ദേവസ്വം ആദരവ് ഏറ്റുവാങ്ങുന്ന PS വിദ്യാധരൻ മാസ്റ്ററെയും പരിചയപ്പെടുത്തി. ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാര ജേതാവ് കന്യാകുമാരിയുടെ സംഗീത കച്ചേരി അരങ്ങേറി. സംഗീതോത്സവത്തിന് മുന്നോടിയായി ഗുരുവായൂർ കിഴക്കേ നടയിൽ നിന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ നേതൃത്വത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ തമ്പുരു വിളംബര ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകി. ഘോഷയാത്രയെ ആനയിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ സംഗീത മണ്ഡപത്തിൽ എത്തി. തുടർന്ന് തമ്പുരു സംഗീത മണ്ഡപത്തിൽ സ്ഥാപിച്ചതോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 18ാമത് ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 4ാം ദിനത്തിൽ നീതിനിഷേധത്തിന്റെ ഭീതിപ്പെടുത്തുന്ന മുഖം അനാവരണം ചെയ്ത് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം. ജീവൻ സാജ് രചന നിർവഹിച്ച നാടകം രാജീവൻ മമ്മിളിയാണ് സംവിധാനം ചെയ്തത്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ആലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണം അരങ്ങിലെത്തും. 18ാമത് ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 4ാം ദിനത്തിൽ വൈകി കിട്ടുന്ന നീതി നിഷേധമാണെന്ന ടാഗ്ലൈനിലെത്തിയ കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകം കാണികളെ സംബന്ധിച്ച് ഉള്ളുലയ്ക്കുന്ന അനുഭവമായി. നീതി നിഷേധത്തിന്റെ ഭീതിപ്പെടുത്തുന്ന മുഖമാണ് ഉത്തമന്റെ സങ്കീർത്തനം അനാവരണം ചെയ്യുന്നത്. ഒരു സാമൂഹ്യ സേവകൻ താൻ ചെയ്യാത്ത തെറ്റിന് ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരികയും അതുമൂലം കുടുംബം, സമൂഹം എന്നിവിടങ്ങളിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നാടകം മുഖ്യ പ്രമേയമാക്കുന്നത്. നാടിനകമാണ് നാടകം. അത്തരത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പിടിച്ച കണ്ണാടിയാകുന്നുണ്ട് ഉത്തമന്റെ സങ്കീർത്തനം. അതിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ തന്നെ മുഖമാണെന്ന് തോന്നിപ്പിക്കുന്നിടത്താണ് കാണികൾക്കിടയിൽ നാടകത്തിന് വൈകാരിക അടുപ്പം നിലനിർത്താൻ സാധിക്കുന്നതും. ജീവൻ സാജിന്റെ മികച്ച രചനയെ കൈയടക്കമുള്ള സംവിധാന മികവ് കൊണ്ട് അരങ്ങിൽ ജീവസുറ്റതാക്കുന്നുണ്ട് രാജീവൻ മമ്മിളി എന്ന സംവിധായകൻ. നാടകത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയ ആർട്ടിസ്റ്റ് സുജാതൻ, നൂറനാട് പ്രദീപ്, സുദർശനൻ, കൃഷ്ണദാസ് കേദാരം, പവിത്രൻ കാവുങ്കൽ, ശശി ചൂനാട്, ജലജ ഷിബു, ശ്യാമ അമ്പാടി, വിഷ്ണു ആമി തുടങ്ങിയവരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. വിഷത്തിനുള്ള മറുമരുന്ന് അതിലും കൊടും വിഷമാണെന്ന് ഇവിടെ ആർക്കൊക്കെ അറിയാം. ഇതും അതുപോലൊരു മാരക വിഷമാണ്. ശാരദക്കറിയാമല്ലോ, വിഷം നീട്ടി കുട്ടിരാമൻ വൈദ്യരുടെ അടുത്ത് വരുന്നവരാരും ഇന്നുവരെ ജഡമായിട്ട് തിരികെ പോയിട്ടില്ല. പക്ഷേ ഇന്നാദ്യമായിട്ട് വിഷം നീണ്ടി കരിനീലിച്ച 3 മൃതശരീരങ്ങൾ ഈ വേലിക്കെട്ട് കടന്നു പുറത്തു പോകും. മരിച്ചിട്ട് പോയപ്പോ നിന്റെ ആ കുണുങ്ങിയുള്ള ചീരി ഇവിടെ വെച്ചിട്ട് വയ്ക്കൂടായിരുന്നു. ഇതിപ്പോ നിന്റെ കരച്ചിലാ നീ ഉപേക്ഷിച്ചിട്ട് പോയത്. നാടകോത്സവത്തിന്റെ 5ാം ദിനമായ ബുധനാഴ്ച ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ തിളക്കമാർന്ന വിജയം SDPIയുമായി ഉണ്ടാക്കിയ ധാരണ മൂലമാണെന്ന ആരോപണം പരിഹാസ്യമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വർഗീയമായി ചിന്തിക്കുന്ന ആരുടെയും വോട്ട് വേണ്ടെന്ന് UDF തുടക്കം മുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസും SDPIയും സംയുക്തമായി ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് CPMും BJPയും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. വികസന കാര്യത്തിൽ പാലക്കാട് നഗരസഭയുമായും സംസ്ഥാന സർക്കാരുമായും സഹകരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃപ്രയാർ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ലോറി ഡ്രൈവറും ലൈസൻസ് ഇല്ലാതെ മദ്യലഹരിയിൽ വാഹനമോടിച്ച ക്ലീനറും റിമാൻഡിൽ. ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പെരുമ്പിലാവിലും കുന്നംകുളത്തും വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 10 പേർക്ക് പരിക്ക്. ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് കൊണ്ടയൂർ കാഞ്ഞിരക്കോട് ദിലീപിന്റെ മകൻ ദിവിൻ കൃഷ്ണ. പട്ടാമ്പിയിൽ അശാസ്ത്രീയ വാർഡ് വിഭജനം ആരോപിച്ച് നഗരസഭാ കാര്യാലയത്തിലേക്ക് UDF മാർച്ച്. വാർഡ് വിഭജനത്തിൽ പ്രകടമാകുന്നത് CPMന്റെ രാഷ്ട്രീയ താൽപര്യമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. അശാസ്ത്രീയ വാർഡ് വിഭജനം അധികാര വികേന്ദ്രീകരണത്തിന് വെല്ലുവിളിയെന്നും VT ബൽറാം. ഷൊർണൂർ കൃഷിഭവൻ പരിധിയിലെ കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖരങ്ങളിൽ കാർഷിക ജലസേചന പ്രതിസന്ധി രൂക്ഷം. കൃഷി ഉണങ്ങി നശിക്കുമെന്ന ആശങ്ക. കാരക്കാട് നമ്പ്രം പമ്പ് ഹൗസിലെ മോട്ടോറുകൾ കളവ് പോയ ശേഷം പമ്പിംഗ് പൂർണ്ണമായും നിലച്ചു. പുതിയ മോട്ടോറുകൾ സ്ഥാപിക്കണമെന്ന ജനപ്രതിനിധികളുടെയും പാടശേഖര സമിതിയുടെയും ആവശ്യത്തിന് നേരെ മുഖം തിരിച്ച കൃഷി ഇറിഗേഷൻ വകുപ്പ് അധികൃതർ. ഗുരുവായൂരിൽ ചെമ്പേ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. രാഗമഴയിൽ ഗുരുഭവനപുരി. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവം തുടരുന്നു. 4ാം ദിനത്തിൽ അരങ്ങിലെത്തിയത് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം. ഇന്ന് വൈകിട്ട് 7-ന് ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.